എനിക്ക് ഫെയിം ആവണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് എന്നെ അറിയാവുന്നവരുണ്ട്, നമുക്ക് വേണമെങ്കിൽ പോവാം. പിന്നെ അതാണ് അതിന്റെ ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഞാനൊരു കയ്യില്ലാത്ത ഉടുപ്പും എൻ്റെ വയറ് കാണിച്ചൊരു ഇതുവിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാനും പോവും. അത് രേണു എന്നുള്ള പേര് കൊണ്ട് രേണു ഫീൽഡിൽ ഇറങ്ങാൻ നോക്ക്. ഞാൻ പറയട്ടെ, ഈ സുധി അങ്ങ് മാറ്റി, ഈ സുധിയുടെ വൈഫ് എന്ന സ്ഥാനവും മാറ്റി, രേണു എൻ്റെ കൂടെ മത്സരിക്കാൻ പറ, ഞാൻ തയ്യാറാ. പറ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് മത്സരിക്കാൻ പറ, ഞാൻ തയ്യാറാണ്. പക്ഷെ രേണു സുധി എന്നുള്ള ഫെയിം അങ്ങ് മാറ്റണം. രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു തങ്കച്ചനായിട്ട് വരണം എൻ്റെ കൂടെ. എവിടെ വേണമെങ്കിലും വരാൻ പറ, ഞാൻ മത്സരിക്കാൻ തയ്യാർ. എന്ത് കാര്യമാണെങ്കിലും മത്സരിക്കാൻ തയ്യാർ. ഒന്നിനെ കൊണ്ട് കുടുക്കിയിട്ടുണ്ട്, ഒരു സുധീനെ കൊണ്ട് കുടുക്കിയിട്ടുണ്ട്, നമ്മളും കുടുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുടുക്കിയിട്ടൊന്നുമില്ല കേട്ടോ, നമുക്ക് അത്യാവശ്യത്തിന് കോണ്ടന്റ് ഉണ്ട്. നാട്ടുകാർ മുഴുവനും ഒരു രേണു സുധി, ഒരു സുധീനെ കൊണ്ട് കുടുക്കിയിട്ടുണ്ട്. അത് പോരാത്തതിനാണ് ഇപ്പൊ രണ്ടാമതൊരു സുധി. ഈ മത്സരം ഉണ്ടോ ഇത്? അറിയില്ല, കാരണം ഇതിലിപ്പോ ഒരാളെയും ന്യായീകരിക്കാൻ തോന്നിട്ടില്ല കേട്ടോ എനിക്ക്. കാരണം എന്താ വെച്ചാലേ രേണുവിനെ സപ്പോർട്ട് ചെയ്യില്ല, രേണുവിന്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടില്ല. അതേപോലെ എന്തിനാണ് ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീ, എനിക്ക് കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഇതിനും എതിർത്ത് ചോദിക്കുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തിനാ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവർക്ക് യഥാർത്ഥ കാരണം ഇവർ പറയുന്നുണ്ടോ? എവിടെയെങ്കിലും വ്യക്തമാക്കി പറയുന്നുണ്ടോ? ഇന്ന സംഭവം എനിക്ക് ഇത്ര ഫീൽ ചെയ്തു, എന്താ ഫീൽ ചെയ്ത് എന്നുള്ളത് എനിക്ക് വ്യക്തമാവില്ല. സംഗതി എന്താ സംഭവം? ഒരു 10-20 ആള് അല്ലെങ്കിൽ ഒരു 50 ആള്, എത്ര ആളെ അറിയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ആ ഒരു കേസിനോട് അങ്ങനെ ഈ കേരളം മൊത്തം അറിയിച്ചു. കാരണം കേരളം മൊത്തം പുറത്തുള്ള മലയാളീസും എല്ലാരും പറഞ്ഞു, ലോകം മൊത്തം അറിഞ്ഞു. കാരണം ഇനി രേണുവിന്റെ വായുന്ന ഈ സ്ത്രീയുടെ പേര് രേണുവിന് ഇവരറിയില്ല. എന്ത് ചോദിച്ചാലും രേണു പറയും ഇവരെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല എന്നിട്ട് പറയണ. ഇത്രയൊക്കെ കഥ പറഞ്ഞിട്ട് രേണു പറയണു ഇപ്പോഴും അറിയില്ല എന്ന്. ഇവര് പറയണു രേണു അവരെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു നടക്കണെന്ന്, അതുകൊണ്ടാണ് വന്നതെന്ന്. എനിക്കൊരു ലോജിക്കും തോന്നുന്നില്ല. പിന്നെ മാത്രല്ല, പക്ഷെ ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യണു. എന്താ ഈ ചേച്ചി പറയണേൽ ഈ ചേച്ചിയുടെ വിഷമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ രേണുവിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. പക്ഷെ രേണുവിനോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ. കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്യല്ല, ഫസ്റ്റ് ഓഫ് ഓൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യല്ല, രേണുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസും രേണു തരുന്നില്ല. അതൊരു കാര്യം. പിന്നെ ഇവരുടെ ഈ കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു കല്യാണം കഴിഞ്ഞു, ആ കല്യാണം ഭാര്യ ഭർത്താവുമായിട്ട് പ്രശ്നമായി, പ്രത്യേകിച്ചും ഭർത്താവിന്റെ കാരണം കൊണ്ട് ഡിവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീ, അങ്ങനെയാണല്ലോ ഇവർ പറയണത്. സുധിക്ക് വേറൊരു ബന്ധം ഉണ്ടായിട്ട് ഡിവോഴ്സ് ചെയ്തു, എന്നിട്ട് ഇവരിപ്പോ കല്യാണം കഴിച്ചു കുട്ടിയായിട്ട് സുഖമായി ജീവിക്കുന്നു. അയാൾ വേറെ കല്യാണം കഴിച്ചു, അയാൾക്കും കുട്ടികളായി, അയാൾ മരിച്ചും പോയി. ഇപ്പൊ ഈ ഭർത്താവിനെയും സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും അത്രയും സ്നേഹിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, അത് ആ ഒരു ലൈഫ് മറക്കാനല്ലേ ശ്രമിക്കുക? എന്തിനാ? അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കല്ലേ ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നു, സ്ത്രീകൾ അങ്ങനെയല്ലേ ചെയ്യുക ആ ഒരു ലൈഫ്. കാരണം അയാളുടെ അടുത്ത് നിന്ന്, നല്ലൊരു മനുഷ്യന്റെ അടുത്തുനിന്ന് ഈ വീണ പറഞ്ഞ സ്ത്രീ ഓടിപ്പോയതല്ല എന്നാണ്, അല്ലല്ലോ അവർ പറഞ്ഞ പ്രകാരം. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറ്റബോധം അല്ലെങ്കിൽ ഭയങ്കര സങ്കടം. അതൊന്നുമല്ല, ഇങ്ങനെ ഇവരെ വിഷമിപ്പിച്ച് ഇട്ട് പോയ ഒരാള്. അപ്പോൾ ഇവരെന്തിനാ ആ ലൈഫിലേക്ക് തിരിച്ചു വന്ന് ഇപ്പൊ സുധീനോട് ഭയങ്കര സ്നേഹമുള്ള പോലെ സംസാരിക്കുന്നത്? എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കണം? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്താണ് ഇതിന്റെ ആവശ്യം? എനിക്കിത് പറയാൻ സത്യത്തിൽ ഞാൻ ഒരു വീഡിയോ ഒന്നും ചെയ്യാതിരുന്നു, ഞാൻ ആലോചിച്ചതൊന്നും പറയണ്ട. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കും ചിലപ്പോ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാ. അല്ല, ഇവര് സപ്പോർട്ട് ചെയ്തോട്ടെ, ഇവര് നല്ല രീതി നന്നായി സംസാരിക്കാൻ അറിയാം. ഇവര് രേണുവായിട്ടുള്ള തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, രേണുവിന്റെ മുഖത്ത് ഭയങ്കര അഹങ്കാര, രേണുവിന്റെ ആറ്റിറ്റ്യൂഡും രേണുവിന്റെ ഒരു രീതി, രേണുവിന്റെ ഭാവമൊക്കെ എന്തൊക്കെയോ കാണിക്കും. പക്ഷെ ഇവര് അങ്ങനെയല്ല, ഇവര് നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് സംസാരിക്കും. പക്ഷെ എന്തിനായിരുന്നു അതിന്റെ ആവശ്യമുള്ള സ്വാഭാവികമായിട്ടൊരു ചോദ്യം. ഈ ഇന്റർവ്യൂ കണ്ടു കൂട്ടേടൻ. ഈ ഇന്റർവ്യൂല് ഇവര് പറയാണ് മത്സരിക്കാൻ തയ്യാറാണ്. എന്ത് മത്സരാണ്? അല്ല, എന്ത് മത്സരം? ഒന്നിനൊരു ഇപ്പൊ നല്ല രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, ആക്ടിങ്ങോ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത്ര ആള് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അവനാൻ്റെ ഒരു ലൈഫായിട്ട് തുടർന്ന് പോയാൽ പോരെ? എന്തിനാണ് ഈ രേണുവിനായിട്ട് വന്നിപ്പോ മത്സരിക്കുന്നത്? രേണുവിനായിട്ടൊക്കെ മത്സരിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഇത് വേറെ കാര്യം കേൾക്കട്ടെ. ഇന്ന് വേറെ സംഗതി പറഞ്ഞ എന്നോട്, മറ്റേ ദിലീപിന്റെ ഒക്കെ കേസ്. അത് ഞാൻ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും ഇത് ഉണ്ടായപ്പോൾ ആലോചിച്ച കാര്യം കേട്ടോ. നമ്മൾ ദിലീപിന്റെ ഒരു വിഷയം വന്നപ്പോൾ കാവ്യ കല്യാണം കഴിച്ചു, മഞ്ജു വാര്യരെ ഒഴിവാക്കി കാവ്യ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു ദിലീപ് അതിനു മുമ്പ് ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്.
സത്യമാണോ അല്ലേന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ആള് ദിലീപിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളുടെ ഭാര്യയാണെങ്കിൽ അയാൾ വന്ന് പറയണ്ടോ ഞാൻ ദിലീപിന്റെ ഭാര്യയായിരുന്നു, ഞാനാണ് യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചത് പറയണ്ടോ? അങ്ങനെ ഒരു ദിലീപിന്റെ മാത്രമല്ല, ഇഷ്ടം പോലെ സെലിബ്രിറ്റികൾക്ക് അങ്ങനെ ആ മുമ്പ് ഒരു വൈഫ് ഉണ്ടായിട്ട് ഇപ്പൊ സുഖമായി കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ പറ്റാഞ്ഞിട്ടാണ്. ഇഷ്ടമാണ്. ഇവരൊക്കെ വന്ന് പറയുമോ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്? എനിക്കിതിൽ ആദ്യം മുതലേ ലോജിക്ക് ഒന്നും നമുക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇതൊന്ന് പ്രതികരിക്കാണ്ടിരുന്നത്. ഞാനിതിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലം സുധീനെയാണ്. കാരണം വെച്ചാൽ വല്ലാത്തൊരു മരിച്ചു പോയിട്ട് ഇങ്ങനെ ഗതികെട്ട അലയുന്ന മൊത്തത്തിൽ എങ്ങനെയാണെന്നറിയോ, കൊല്ലം സുധിക്ക് 2-3 ഭാര്യമാര്, രേണുവിന് 2 ഭർത്താക്കന്മാര്, ഈ വീണയ്ക്ക് 2 ഇപ്പൊ രണ്ടാമത്തെ 2. ഇതാണ് സംഭവം. ഇതിൽ അവസാനിപ്പിക്കണം ഈ കേസ്, അല്ലാതെ ഇതിന്റെ പുറകെ ഇങ്ങനെ പോവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞോടാ, പിന്നെ നമ്മളെന്തിനും ഒന്നും വയ്ക്കില്ലേ? അല്ലാതെ കളിയൊക്കെ അല്ല കേട്ടോ. പക്ഷെ ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ. കാരണം വീണയ്ക്ക് വീണയുടേതായ ലൈഫിൽ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ ഇപ്പൊ ഈ സുധിയെ പറ്റി ഇങ്ങനെ സുധിയേട്ടൻ എന്നൊക്കെ പറയുമ്പോ ഇപ്പത്തെ ഭർത്താവിന് അത് ഫീൽ ചെയ്യില്ലേ? അറിയില്ല. ചിലപ്പോ ഭയങ്കര ഇവരെന്നെ വിളിച്ച് സംസാരിച്ചാണ്, നമ്മൾ കേട്ടതാണല്ലോ. ഇത് ഇവളും കേട്ടതാണ് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട്. പക്ഷെ അന്നും ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയല്ലേ ഉള്ളൂ, ഇത് നമ്മൾ സംസാരിച്ചു ഇത്ര തന്നെ ഉള്ളൂ. ഇത് അതായത് ഇത് 5-10 ആൾ അറിഞ്ഞിട്ടുള്ള സംഗതി ഇത്രയധികം ആൾക്കാരെ അറിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന്. ഇതിപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടണം. പിന്നെ അത് പറഞ്ഞിട്ടോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കണം, അതിന് ഉത്തരവാദി വരാണെന്നൊക്കെ പറഞ്ഞത്. ഇത് ആരുണ്ടാക്കിയത്? ഇത്രയൊക്കെ ഉത്തരവാദിയാവുമ്പോ ഇത്ര ഇന്റർനാഷണൽ പ്രോബ്ലം ആണ് ഇത് പ്രോബ്ലം ആക്കി അല്ല. ഇങ്ങനെ എനിക്ക് വല്ലതും വന്നാല് എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ഞാൻ ഇതിന്റെ പുറകെ പോവാണ്. ഞാൻ കേസ് കൊടുത്തിട്ട് അത് എടുത്തില്ലെങ്കിൽ, പോലീസ് അത് അന്വേഷിച്ചില്ലെങ്കിൽ ഞാൻ വേറെ അതിന്റെ മേലെയുള്ള എന്തിലേക്കൊക്കെയോ ആർക്കൊക്കെയോ DGP ആർക്കൊക്കെയോ കൊടുക്കും, കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നത്. അത്ര വലിയ പ്രശ്നങ്ങളാണോ നടക്കുന്നത്? നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇവർ കൊണ്ടുവരുന്ന സംസാരിക്കുന്ന സംഭവങ്ങൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നല്ലോ കേട്ടോ. കുറച്ച് ക്ലിപ്പും കൂടി കേൾക്കാം പറയുന്നത്. അയ്യോ, എന്നെന്ന് മാത്രമല്ല എൻ്റെ ഫാമിലി ഫുള്ളും ഇപ്പൊ വേദനിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം ഞാൻ ഒതുങ്ങിക്കൂടി ഒരു സൈഡിൽ നിന്ന് എൻ്റെ ചെറിയ ചെറിയ വർക്കുകളും ചെയ്ത് എൻ്റെ നാടകങ്ങളും ചെയ്ത് ഇപ്പൊ എനിക്കൊരു നാടൻപാട്ടിന്റെ സമിതിയുണ്ട്. അപ്പൊ അതുമൊക്കെ നോക്കി ഞാനിങ്ങനെ എൻ്റെ വീട് അന്നൊക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം നല്ല കഴിവുള്ളതാണല്ലോ, വേറുള്ളവരെ പോലെ അല്ലല്ലോ അല്ലേ? രേണുവിന്റെ ഒന്നും പോലെ അല്ല. അത്യാവശ്യം നല്ല കഴിവുണ്ട്, കാണാനും സൗന്ദര്യമുണ്ട്. അതായിട്ട് ഒതുങ്ങിക്കൂടി പോയാ പോരെ? എന്തൊക്കെയോ ചെയ്യണ്ട് പറയണു, അതൊക്കെ ചെയ്തിട്ട് പോരായിരുന്നു. ഇപ്പൊ പറഞ്ഞ വീട്ടുകാരെ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇപ്പോഴല്ലേ സങ്കടപ്പെടേണ്ടി വന്നത്? മിണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു. ഇതൊന്നും പറഞ്ഞ് പിന്നെ രേണു എന്ന് പറഞ്ഞ വ്യക്തി ആരോടാ പറഞ്ഞെന്നറിയില്ല, ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ആളുടെ ഇടയിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ അറിഞ്ഞിട്ടില്ല, കമന്റ് ചെയ്തു കേട്ടിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് കമന്റ് ചെയ്യൂ. അതൊന്നും ആലോചിച്ചാൽ എവിടെയാണ് രേണു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതൊക്കെയോ രേണുവിനോട് എപ്പോ ഈ വീണേനെ പറ്റി ചോദിച്ചാലും പറയും എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. സുധിച്ചേട്ടൻ എന്നോട് അങ്ങനത്തെ പറഞ്ഞിട്ടില്ല, അതാ പറയാറുള്ളൂ. പിന്നെ എവിടെയാണ് ഈ പോയി പറഞ്ഞിരിക്കുന്നത്? ഒരു രേണുവിനെ കൊണ്ട് തന്നെ പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത്, നാട്ടുകാർ അത്രയും പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്താണ്. പിന്നെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ഇതെന്താ തോന്നുന്നറിയോ? വരാൻ പോകുന്നത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിലേക്ക് അത്രേ ഉള്ളൂ, ഫെയിം അത്രേ ഉള്ളൂ. ഞാൻ അതാ മനസ്സിലാക്കി. എന്നോട് ദേഷ്യം ഒന്നും തോന്നിയിട്ടായാലും എന്തായാലും കുഴപ്പമില്ല, ഫെയിം തന്നെ എല്ലാവർക്കും ദേഷ്യം തോന്നാൻ അവർക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന സംഗതികളെല്ലാം ഇത് നമ്മളെ നല്ലതാവട്ടെ. അപ്പൊ വീണേനെ എല്ലാവരും കണ്ടു, കുറേ ആൾക്കാർ കണ്ടു. ഇനി പല ആൾക്കാർക്കും തോന്നും വീണേനെ അതിലേക്ക് എടുത്താലോ അതിലേക്ക് വിളിച്ചാലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. ഓപ്പർച്യൂണിറ്റീസ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ കാണിച്ചിരുന്നു. അതെ, പക്ഷെ ഇപ്പോഴും അങ്ങനെ വെച്ചോളൂ. മെന്റൽ ഡിപ്രഷനാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. വേദനയല്ല, മാനസികമായിട്ടൊരു അസ്വസ്ഥത, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള്. എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളാണ്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അതാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് പ്രശ്നം പാസ്റ്റ് അറിയാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവളിങ്ങനെ പറഞ്ഞ് ഞാൻ നാണം കെട്ട്, ഞാൻ എൻ്റെ വോയിസ് മാത്രമേ ആദ്യം പുറത്തു വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വരേണ്ടി വന്നു, എന്നെ അറിയാത്ത ആൾ. ഈ വോയിസ് എങ്ങനെയാ പുറത്തു വന്നത്? വോയിസ് യൂട്യൂബേഴ്സ് എടുത്തിട്ട് പുറത്താക്കിയതല്ലേ? എന്താണ് പറയുന്നത്? പിന്നെ ഇതിലൊക്കെ എന്താണെന്നറിയോ, ഇതിലൊക്കെ ഒരു കാര്യം പറയട്ടെ. സുധി എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ വീണ വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സുധിയോട് ചെയ്യുന്ന ഒരു പ്രതികാരമായിട്ടെങ്കിലും കണക്കാക്കായിരുന്നു അല്ലേ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കൂട്ടോ എല്ലാവരും. കാരണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിലാണെങ്കിൽ ശരിക്കും രേണുവിനൊക്കെ അത്രയ്ക്ക്
ദേഷ്യാവില്ല ഒരു സ്ത്രീക്ക്. ആ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ആലോചിച്ചു രേണുവിനോട് സുധീനോടൊക്കെ അത്രയും വെറുപ്പാവും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ വന്നു വെച്ചാ അതിലൊരർത്ഥമുണ്ട്. ഇത് ആള് ഉള്ളപ്പോ ഒരു കണക്ഷനും ഇല്ല, എല്ലാരും സുഖമായി അവരവരുടെ ഇപ്പൊ വന്നതിലാണ് അത്ഭുതം. അത്രേ ഉള്ളൂ. സുധിയുടെ ഇഷ്യൂസുമായിട്ട് ഓക്കെ സമ്മതിച്ചു. പക്ഷെ എന്നാൽ തന്നെയും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അവരിലെല്ലാം എത്തി. പിന്നെ ഇവരെ എല്ലാം വായിക്കുന്ന തെറിവിളി കേൾക്കുന്നു. പിന്നെ മുത്തുച്ചിപ്പിയുടെ കഥ വരിപ്പം വന്നു. ഇത് തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നമല്ലേ? ഇപ്പൊ താങ്കൾ 2-3 അഭിമുഖങ്ങൾ കൊടുത്തു, പറഞ്ഞ വോയിസ് ആയിട്ട് കൊടുത്തു, അല്ലാതെ കൊടുത്തു, ലൈവിൽ വന്നു. ഇതൊക്കെ ആളുകളെ ക്ലാരിഫൈ ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും. കാരണം നീ എന്തോടി ഒളിച്ചിരിക്കുന്ന, നീ വിരൂപിയാണോ അടി, എന്നെ മറ്റേതാടി മറിച്ചടി മോളെ മറ്റേ മോളെ എന്റെ മോ വിളിക്കുന്ന തെറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ലൈവ് വന്നത്. ഇപ്പൊ ഉള്ള ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ഒരുപാടൊന്നും അവര് സപ്പോർട്ട് ചെയ്തില്ല. കാരണം അവർക്കും കൂടി നാണക്കേടല്ലേ ഇത്. ഇതിൽ ഒരാളായിട്ട് ഫോണിൽ സംസാരിക്കട്ടെ, ഏതൊരു മിമിക്രി കലാകാരനായിട്ട്, എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് സുധിച്ചേട്ടൻ എങ്ങനെയായിരുന്നു, എന്നെ പറ്റി എന്താ പറഞ്ഞിരുന്നത്, ചോദിക്കല്ല കേട്ടോ, എന്നെ പറ്റി സുധിച്ചേട്ടൻ എന്താ നിങ്ങളോട് പറയുന്നത്, അവള് അത്രയും നല്ല കുട്ടിയാ പറഞ്ഞിരുന്നു. അപ്പൊ അയാൾ പറയട്ടെ അങ്ങനെ പറഞ്ഞു. ഈ ഇന്റർവ്യൂ കണ്ടുനോക്കൂ. അപ്പോഴാണ് എനിക്കിതൊന്ന് പ്രതികരിക്കാനും തോന്നിയത്. പിന്നെന്താണ്, വിക്രമനും വേതാളനും വിക്രമാദിത്യനും വേതാളനും ആയിട്ടാണ് ഞങ്ങളെ പറഞ്ഞിരുന്നത്. എന്തിനപ്പോ അതൊക്കെ പറയേണ്ട ആവശ്യം? ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ രേണു കുറേ ഡയലോഗ്സ് പറയുന്നുണ്ട്, വീണ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും തിരുത്താൻ ഒരാളും ഇല്ല, അയാൾ ജീവിച്ചിരിപ്പില്ല. ഇവര് പറഞ്ഞത് അയ്യോ ഇത് അന്നത്തെ ദിവസം അതല്ല ഉണ്ടായതോ എന്ന് പറയാൻ സുധിയില്ല. രണ്ടുപേർക്കും എന്ത് വേണമെങ്കിലും പറയാം. ആ ചങ്ങായി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ 2-3 മിസ്റ്റേക്ക്, ഒന്ന് മറ്റേ വേണ്ട ഓടിപ്പോയതാണ്, 2 മിസ്റ്റേക്കാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഇതിന് ഞാൻ അത്ര പറയുന്നില്ല. പക്ഷെ വീണയുടെ കാര്യത്തിൽ ആ കാര്യത്തിൽ പറയില്ല. കാരണം വീണ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വീണേനെ സുധി ചതിച്ചു. അല്ല എന്താണെന്നറിയോ, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ട് ഇതോ പിന്നെ എല്ലാം നോക്കിയിരുന്നവരാണ് സുധീനെ. ആ സിറ്റുവേഷനിൽ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് രേണു ചാറ്റ് ചെയ്തിട്ടുള്ള ചാറ്റ് കണ്ടു സഹിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ അന്ന് പ്രതികരിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് ജീവിക്കുന്ന കൊടുക്കണമായിരുന്നു. അതൊക്കെ അപ്പൊ കൊടുക്കണമായിരുന്നു. ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ പെട്ടെന്ന് എന്നുള്ളത് മാത്രമേ. വേറൊരു സംഭവം പറയട്ടെ, പോട്ടെ, ഇതൊരു വിഷയം, ഇത് ബാക്കി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യണ്ട. വേറെ സംഗതി പറയണം. ഇതോ 2 ദിവസം മുന്നേ രേണുസുധിയുടെ ചാനലിൽ അവരൊരു വീഡിയോ ഇട്ടിട്ട് മതിലിനെ പറ്റി കുറ്റം പറഞ്ഞുണ്ടോ? മറുനാടൻ കെട്ടിക്കൊടുത്തിട്ടുള്ള മതിലാണല്ലോ, ആ മതിലിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ മുക്കി. രേണു ഇപ്പൊ വീഡിയോ മുക്കിയല്ലേ? ഞാൻ വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു. അതാ മതിൽ വിണ്ട് കീറിയിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ വീഡിയോ മുക്കി, ആ ചാനലിൽ നിന്ന് മുക്കി. അതൊക്കെ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറെ കഥ ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്താണ്. പക്ഷെ ആ വീഡിയോ മുക്കി. ഇപ്പോൾ ഒരുവിധം എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള ഈ രേണുസുധീനെ ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ഓർമ്മ ഞങ്ങൾ ഈ ചാനൽ തന്നെ. അതെന്തായിരുന്നു വെച്ചാൽ എനിക്ക് ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ ശരിക്കും തോന്നിയിരുന്നു. കാരണം കല്യാണം, ഭർത്താവും മരിച്ചു, കുട്ടികളും ഉണ്ട്. എന്നിട്ട് അവർക്ക് പറ്റുന്ന ജോലി, അതായത് ഇഷ്ടപ്പെട്ടത് ആക്ടിങ് ആണെങ്കിൽ ആക്ടിങ്, എന്തെങ്കിലും ചെയ്തിട്ട് മോഡലിങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുകയല്ലേ. എന്തിനാ വെറുതെ സൈബർ, അത് പ്രത്യേകിച്ചും ബോഡി ഷേമിങ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. അപ്പൊ കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അയ്യോ എന്തിനാ അങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ തോന്നിയിട്ട്. അതോടെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ഒരുപാട് പേര് അതേപോലെ സപ്പോർട്ടായിരുന്നു. എല്ലാവരും, ഞാൻ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ത്രീകളും രേണുവിന് സപ്പോർട്ടായിരുന്നു. എന്ന് പിന്നെ രേണുവിനെ മാറ്റിച്ചത് ഇയാളുടെ ആണ്ടോ ആ ഒരു സംഭവം അന്നത്തെ ഷോ, അത് കഴിഞ്ഞ് അലിൻ ജോസ് ഓരോ ഷോ ആണ് തോന്നിപ്പോയിട്ടാണ് മാറ്റിയത്. പിന്നെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നന്ദികേട് ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് അന്ന് സഹായിച്ചവരെ കംപ്ലീറ്റ് പുച്ഛിച്ചു തള്ളി. ഇതൊന്നും പോരാത്തതിന് ബിഗ് ബോസിന്റെ കൺഫർമേഷൻ ഏകദേശം കിട്ടി എന്നുള്ള. ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഫൈനലായിട്ടില്ല എന്നുള്ള. ബിഗ് ബോസിന് തന്നെ അറിയില്ല കേട്ടോ, അവർ മുഴുവൻ പുറത്തേക്ക് വിടില്ല. എന്തായാലും ആ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഇന്റർവ്യൂസ് കൊടുക്കുന്നതിൽ ഭയങ്കര മുടിഞ്ഞ ആറ്റിറ്റ്യൂഡും. ഹെയർ വെച്ചിട്ടുണ്ടല്ലോ, ഹെയർ കുറച്ച്. അപ്പൊ അതിലെന്തോ ചോദിക്കുമ്പോ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി റെഡി ആയിട്ടുള്ള പോലെ സംസാരിക്കണം. അതായത് ഒരു ആൾക്കാരോട് പറയുന്നത് ചോദിക്കുന്നവരുടെ അവസ്ഥ ആലോചിക്കുക, കുളിക്കുമോ, തല കുളിക്കാൻ പറ്റുമോ എന്തോ ചോദിച്ചു. അപ്പൊ പറയാ ഇല്ല, ഞാൻ ഡെയിലി കുളിക്കില്ല, ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല വേണ്ട, ഞാൻ അത്രേ കുളിക്കുള്ളൂ, മെയിൽ കഴുകും, അല്ലാണ്ട് കുളിക്കില്ല. അപ്പൊ മനസ്സിലായി ബിഗ് ബോസ് പോവാൻ വേണ്ടിയിട്ട് മുന്നോടിയായിട്ടുള്ള ഒരു സംസാരമാണത്.
കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ കുളിയുടെ കാര്യമൊക്കെ ഒരു പ്രശ്നമായിരുന്നില്ലേ അവിടെ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് പറഞ്ഞതാണ്. ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ട്. എന്തായാലും നന്ദികേടിന്റെ പര്യായമായിട്ടാണ് ആ മൊത്തം കുടുംബത്തിനെ, ആ തന്തപ്പുടിനെ, അതെ മറ്റേ രേണുവും ഒരു അതിന്റെ ഇടയിൽ ഒരു വീണേ എന്തായാലും രസമുണ്ട്. കുറെ ആൾക്കാർ അങ്ങനെ അത് ഇതാകണം. പക്ഷെ ഇവർക്കും ഇതൊന്നും വിഷമല്ല. ഇവർക്കും ഇത് എന്താ വെച്ചാ അവരെ കുറിച്ച് പറയാ. അവര് നാലാൾ അറിഞ്ഞില്ലേ, സംഭവം റീച്ചാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞങ്ങൾക്ക് അതാ മനസ്സിലാവുന്നുണ്ട്. ഒരുവിധം എല്ലാവർക്കും അതന്നെ മനസ്സിലാവുന്നത്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. റീച്ചാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് വിഷയങ്ങളില്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോട്ടെ. ഇതൊക്കെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും സൈബർ ബുള്ളിങ് കിട്ടുന്നു, മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോയി എന്തായിട്ട്. അതെ, ഈ ഇന്നത്തെ ഇന്റർവ്യൂലൊക്കെ അയാളെ വിളിച്ച് സംസാരിക്കാനൊക്കെ കേട്ടിട്ട് അയ്യോ തോന്നിപ്പോയി. അയാൾ പറയാ അപ്പൊ ഇയാളായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ ഇതൊന്ന് കണ്ടു ഇന്റർവ്യൂ കാണും അപ്പൊ മനസ്സിലാവും. നെറ്റ് ചുളിക്കുന്ന ഇന്റർവ്യൂ. അപ്പൊ ഞാൻ ഇത് പറ ചോദിച്ച് എന്തിനാ ഇതൊക്കെ പറയണ അങ്ങനെയൊക്കെ തോന്നും. അത്രേ ഉള്ളൂ. അപ്പൊ തന്നെയുള്ളൂ അല്ലേ? ഇത് എന്തൊക്കെയാ പറയുന്നറിയില്ല. ഒരുപാട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ അല്ലേ? അതെ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ബിഗ് ബോസ് ആകുമ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വരും അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാമല്ലോ. കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇത്. എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നമുക്ക് സോഷ്യൽ നമ്മൾ ഞാനൊക്കെ ചെയ്യുന്ന കാര്യം എനിക്ക് പറയാമല്ലോ. കുട്ടിയുടെ പറഞ്ഞോളൂ. എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ തോന്നിയത്. ഇനിയിപ്പോൾ കുറേ പേര് അയ്യോ അങ്ങനെയൊന്നല്ല മറ്റേ ചേച്ചി ഒന്നും എനിക്കറിയില്ല, എനിക്കിത് തോന്നി, അത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് റിയാക്ട് ചെയ്യേണ്ട ഡിഗ്രിയിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. അത്ര മതി. എനിക്കിത് കണ്ട സമയത്ത് പിന്നെ പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷേ പറയുന്ന കേൾക്കുമ്പോൾ ആൾക്കാർ തോന്നില്ല നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നും. ഒരിക്കലല്ല കേട്ടോ, ഒരു നിലയ്ക്കും സപ്പോർട്ട് അയ്യോ അല്ല. അതിപ്പോ ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലായില്ലേ, സപ്പോർട്ട് ചെയ്യല്ല, സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേർക്കും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത വീഡിയോ കാണാം അല്ലേ? ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.